പത്തനംതിട്ടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്ന പരാതി. 10ഓളം പ്രതികൾ ഉണ്ട് എന്നാണ് വിവരം. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ. സ്കൂളിന് സമീപത്ത് വെച്ചും പ്രതികളിൽ ഒരാളായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചുവെന്ന് 13കാരി വെളിപ്പെടുത്തി. സംഭവത്തിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജ്യോതിഷ് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജ്യോതിഷ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ മുഴുവൻ പ്രതികളെയും പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, പത്തനംതിട്ട കലഞ്ഞൂരിലുള്ള ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ആ സ്കൂളിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ സമീപത്തുള്ള ഒരു വീട്ടിലും വെച്ച് ഈ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ കുട്ടി സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിങ്ങിനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടൽ പോലീസ് കേസെടുത്ത് 6 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 6 പേരിൽ 4 പേർ മൈനറാണ്. അതായത് ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ 4 പേർ. അതിൽ ഒരാൾ ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയെയും കൂടെ ചേർത്തിട്ട് കേസെടുത്തിരിക്കുന്നത്. മറ്റ് 2 പേർ പുറത്തുനിന്നുള്ള ആളുകളാണ്. അവർ മുതിർന്ന ആളുകളാണ്. അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 10ലധികം പേർ ഈ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ അത്തരത്തിലാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവരെ എല്ലാം നിരീക്ഷണത്തിലാണ്. 10ലധികം അറസ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്നാണ്, ഈ കേസിലുണ്ടാവുമെന്നാണ് കൂടുതൽ പോലീസ് പറയുന്നത്. ഏതായാലും നിലവിൽ ഈ 9ാം ക്ലാസ്സുകാരി 13കാരിയായ ഈ വിദ്യാർത്ഥിനി കൗൺസിലിങ്ങും മറ്റുമായിട്ട് മറ്റൊരു കേന്ദ്രത്തിലേക്കാണ് പോലീസ് മാറ്റിയിരിക്കുന്നത്. ഈ കേസ് ഊർജിതമായി തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം പ്രതികൾ കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും അതുപോലെ തന്നെ പ്രതികളിൽ അധികവും മൈനറായിട്ടുള്ള വിദ്യാർത്ഥികളും ആയതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിനെ വളരെ അധികം ജാഗ്രതയോടുകൂടി വളരെയധികം ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നത്. ഏതായാലും നിലവിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കുട്ടി മറ്റൊരു കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിന് വിധേയമായി ഇരിക്കുകയാണ്. ലക്ഷ്മി, ജ്യോതിഷ്, ഇത് ഏത് സമയത്താണ്, ഏത് കാലയളവിലാണ് ഈ പീഡനങ്ങൾ നടന്നത് എന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് കൗൺസിലിംഗിൽ? ലക്ഷ്മി, കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇത്തരത്തിൽ പീഡനം നടന്നതെന്നാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. സ്കൂളിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ഈ സമീപത്തുള്ള വീട്ടിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ കുട്ടിയുടെ വെളിപ്പെടുത്തലുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട, സ്കൂളിൻ്റെ അകത്ത് വെച്ചും പീഡനം നടന്നു എന്നും ആ കുട്ടിയുടെ വെളിപ്പെടുത്തലുണ്ട്. ആ ശുചിമുറിയിൽ വെച്ചും ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ട് താൻ എന്നുള്ളൊരു വെളിപ്പെടുത്തലും പോലീസിനോടും അതുപോലെ തന്നെ ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ളത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ഈ കൗൺസിലിംഗ് നടത്തിയത്. അവരുടെ മുന്നിലാണ് കുട്ടിയുടെ ഈ തുറന്നു പറച്ചിലുണ്ടായത്. തുടർന്ന് കൂടുതൽ പോലീസിൽ ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ വിവരം അറിയിക്കുകയായിരുന്നു. അത്തരത്തിൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുക്കാൻ ഉള്ള തക്കതായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 പേർ മൈനറാണ്. ഇതിൽ മൈനർ അല്ലാത്ത 2 മുതിർന്ന ആളുകളുണ്ട്. അവർ പുറത്തുനിന്നുള്ള, സ്കൂളിലുള്ളവരല്ല, അവർ പുറത്തുനിന്നുള്ളവരാണ്. അതിൽ ഒരാൾ ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു പോക്സോ കേസിൽ പെട്ട ഒരാളാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇലവന്തിട്ടയിൽ മുൻപ് 50 പേർ പീഡിപ്പിച്ച ഒരു കേസുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതി തന്നെയാണ് ഇപ്പോൾ ഈ കേസിലും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. കാരണം ഒരു തവണ പോക്സോ കേസിൽ പെട്ട് ജയിലിൽ പോയ ആളാണ്. പിന്നെയും എങ്ങനെയോ ജാമ്യത്തിലിറങ്ങി വന്ന് വീണ്ടും ഈ ഒരു കേസിലും അയാൾ പെട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 10ലധികം പേർ ഈ കേസിൽ ഉണ്ടാവും എന്നാണ് പോലീസിന്റെ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് പോക്സോ കേസിൽ പ്രതിയായിരുന്ന ഒരാൾ വീണ്ടും ജയിലിറങ്ങി വന്ന് വീണ്ടും ഒരു പീഡനം നടത്തുക എന്നുള്ള ഒരു ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൂട്ട ബലാത്സംഗ കേസടക്കം നമ്മുടെ മുന്നിലുണ്ട്. ആ കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പത്തനംതിട്ടയിലെ കേസിൽ പ്രതിയാണ് എന്നാണ് ജ്യോതിഷ് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും